ഹായ് ഫ്രണ്ട്സ്, IP മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന മൂവി കണ്ടിറങ്ങി. മൂവി റിവ്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവെ ആ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം എന്ത് സിനിമയാണ്, ഒരു ഉറക്കക്കുളിക സിനിമ പോലെ കാണാം. 2 മണിക്കൂറും 10 മിനിറ്റും നമുക്ക് AC നല്ല സ്വസ്ഥമായിട്ട് ഉറങ്ങാം. അതാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഇതിൽ കഥ, തിരക്കഥ ഒരു ബേസും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സിനിമയിൽ. നമ്മൾ കണ്ടു പറഞ്ഞ ഒരു സിനിമ, അതായത് പണ്ട് മുതലേ ഒരു സിനിമ, ഒരു മോഷ്ടാവ് എങ്ങനെ മോഷ്ടിക്കണോ അതേ ഇതാക്കണോ അതേ സ്റ്റൈല് മേക്കിംഗ് ഒരു എന്താ പറയുക പോരാ, ഒരു ഉറക്കക്കുളിക അതന്നെ പറയാം. പിന്നെ നവാഗതനായ ഒരു സംവിധായകനാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവാകും. നമ്മൾ കണ്ടു പറഞ്ഞ സിനിമ ഇങ്ങനെ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്കൊരു ബോറുണ്ടാവും. ഫുള്ള് ലാഗോട് ലാഗ്. എൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പുതിയ ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ എനിക്ക് ആ ഫിലിം തോന്നിയിട്ടില്ല. ഞാൻ മുന്നേ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ആ ഏകദേശം നമുക്ക് മനസ്സിലാവും സിനിമയുടെ പോക്ക്. ആ രീതിയിലാണ് എനിക്ക് തോന്നിയത്. പണ്ട് ഒരുപാട് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ്, വമ്പൻ മൂവി. കാരണം നിങ്ങൾ തീർച്ചയായിട്ടും പോയിരുന്ന് കാണണം എന്ന് പറയാൻ പേഴ്സണലി എനിക്ക് കഴിയുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നിയത്, അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതിൽ ഇപ്പോൾ അർജുൻ അശോകന് ആയിക്കോട്ടെ, ബാലു വർഗീസ്, അനശ്വര 3 ആളുകളെ സിനിമ പോകുന്നത്. അല്ല, അർജുൻ അശോകന് ഇന്റർവെല്ലിന്റെ സമയത്തിലേക്ക് അവരെ എൻട്രി വരുന്നത് നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്. ഒരു കള്ളൻ എന്ന ലാബിൽ തന്നെയാണ് സിനിമ വരുന്നത്. അതിൽ ചെറിയ 1-2 ട്വിസ്റ്റുകൾ ഉണ്ട് എന്നത് ഒഴിച്ചാൽ ട്വിസ്റ്റായിട്ട് കാണാം നമുക്ക്. ആ ഒരു 1-2 ട്വിസ്റ്റുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് നമുക്കൊരു ഭയങ്കര നിങ്ങൾ എന്തായാലും പോയി കാണണം എന്ന് പറയാനുള്ള സാധനം ഫീൽ ചെയ്തില്ല. എന്തിനാണ് അനശ്വരരാജൊക്കെ ഇങ്ങനത്തെ സിനിമ തിരഞ്ഞെടുക്കണമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അനശ്വരരാജന് അവരുടെ റോള് ചെറിയ റോളാണ്, പക്ഷെ അതിലൊരു പരിശീലനൊക്കെ വരുന്നുണ്ട്. ഇന്നലെ നമ്മളെ രേഖാചിത്രം കണ്ട്, അതിൽ അനശ്വരരാജന് അത് രണ്ടും വേറെ തന്നെ കേട്ടോ. ഇദ്ദേഹം ഈ സീരിയസ് കഥാപാത്രം അനശ്വരരാജനെ ചെയ്യുമ്പോ ഒരു ചെറിയൊരു ഡൗട്ട് എന്താണ്, നമ്മളെ പോസ്റ്ററിൽ കണ്ട ആ പോസ്റ്ററും അപ്പൊ അതിൽ കണ്ട അനശ്വരരാജനും അതിനാ നമ്മളൊരു മലാഖ ആ ഒരു ടച്ചുള്ള ഒരു ഇതാണ്. പക്ഷെ അത് ഫിലിമൊക്കെ എത്തുമ്പോ മാറ്റം കേട്ടോ. ഒരു ഓവർ ആക്ടിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കണം അനശ്വരരാജന്റെ. ആ കരീന സീനൊക്കെ ഒരു ഓവർ ആക്കല്. പിന്നെ അഭിനയം എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒന്നുമില്ല ഇതിൽ. അഭിനയിക്കാൻ പറ്റിയൊരു ക്യാരക്ടറേ അല്ല, വലിയ ക്യാരക്ടർ അല്ല, ചെറിയൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അങ്ങനെ കൊണ്ടുപോയി. ബാലു വർഗീസ് പിന്നെ തുടക്കം മുതല് അവരേ ഒരു ലെവലങ്ങനെ പിടിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ ബാലു വർഗീസിനെ കേന്ദ്രീകരിച്ചാണ് മൂവി പോകുന്നത്. രഞ്ജി പണിക്കറൊക്കെ ഫിലിമിലുണ്ട്. എന്തിനാണ് വന്നതെന്ന് ഒരു സത്യം പറഞ്ഞാൽ ആ റോൾ എനിക്ക് ഇഷ്ടമായി. എന്തിനാ വന്നത് ആ റോളിന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തിനാ വന്നതെന്ന് പിടുത്തം കിട്ടാത്ത ഒരു ക്യാരക്ടറായി പോയി. എന്തിനായിരുന്നു എന്തിനാ വന്നത് സിനിമയിൽ അഭിനയിക്കാന്? എന്തിനാ അതുമായിട്ടൊരു ബന്ധമായിട്ട് തോന്നുന്നില്ല പല സീനുകളും. പേഴ്സണലി അതൊരു 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക്. എന്ന് സ്വന്തം പുണ്യാളനും ഗെയിം ചേഞ്ചർ. അതിന് സെലക്ട് ചെയ്ത് പുണ്യാളനായിരുന്നു. അങ്ങനെ അതിന് പോയി. അത് പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. മീൻസ് അവൻ ടിപ്പിക്കൽ ഒരു നോർമൽ നമ്മൾ കണ്ടു മറന്ന സിനിമ അതന്നെ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതിന്റെ മ്യൂസിക് കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. സാം CS ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സിനിമ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര പോരെങ്കിലും നമുക്ക് കേട്ടിരിക്കാം. ആ ഇന്റർവെൽ ടൈമിലുള്ള മ്യൂസിക് ഒക്കെ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. മേക്കിംഗ്, നമ്മൾ ലൈറ്റിങ്ങും ക്യാമറ അതൊക്കെ നല്ല ഭംഗിയായി ചെയ്തു. മെയിനായിട്ടൊരു പള്ളി റൂം അതിനെ ബേസ് ചെയ്തിട്ടാണ് മൂവി. പിന്നെ കുറച്ച് റോഡ്, ഒരു ചെറിയൊരു അങ്ങാടി, അതല്ല സിനിമ ഇങ്ങനെ പോകും. പിന്നെ ചില സമയത്ത് നമുക്ക് തോന്നുന്നു ലാഗാണ്, ഏകദേശം ആ ലെവലിലേക്ക് ആകും എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ലാഗാം. സത്യം അറിയില്ല, നമ്മളെ അടുത്തുള്ളവരൊക്കെ കിടന്ന് ഉറങ്ങാന്നൊക്കെയാണ് അവര് പറയണേ. നമുക്കും അതന്നെ ഫീൽ ചെയ്യണേ. എന്തായാലും മസ്റ്റ് വാച്ച് മൂവി എന്ന് പേഴ്സണലി ഞാൻ പറയുന്നില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം, തിയേറ്ററിൽ കാണാം. ഒരു തിയേറ്റർ ജസ്റ്റ് കണ്ടൊരു ഒരു മൂവി കണ്ട് ഇറങ്ങാം, അത്ര ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. അതാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ഇതും തരുന്നില്ല നമുക്ക്, സാറ്റിസ്ഫാക്ഷനും തരാത്തൊരു മൂവിയായും. എന്തായാലും അവര് എനിക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മളെ ബ്രഹ്മയുഗവും അതിനുശേഷം നമ്മളെ അനശ്വര രാജപുത്രിയിലെ ഒരുപാട് നല്ല മൂവീസ് കഴിഞ്ഞ് വരുന്നു. ബ്രഹ്മയുഗത്തിൽ അനശ്വര രാജുണ്ട്, ഓരോരുത്തരെ പറയാണ്, അവര് ഓരോരുത്തർ മൂവീസ് കഴിഞ്ഞ് വരുന്നതാണ്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, ആ എക്സ്പെക്ടേഷൻ കിട്ടിയില്ല എന്നാണ് പേഴ്സൺ പറയുന്നത്. എന്തായാലും നിങ്ങൾക്കും പോയി കാണാം, അത് പറയുന്നില്ല, ജസ്റ്റ് ഒരു മൂവി കണ്ട് ഇറങ്ങാം. ഓക്കെ, എന്തായാലും ഇതാണ്. അടുത്ത വീഡിയോ ആയിട്ട് എത്താം. ഗുഡ് ബൈ.